നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷന് പോലെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള ക്വസ്റ്റ്യനാണ്. സോ ഞാൻ വളരെ സീരിയസ് ആയിട്ടായിരുന്നു ഈ 45 ഡേയ്സ് മാനേജ് ചെയ്തിരുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഗുഡ് മോർണിംഗ് ഗേസ്, ഞാൻ ഇന്ന് എൻ്റെ ഫുഡ് പാക്ക് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് പോകുന്ന വഴിയിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നൊരു മൂവിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ 11 AM തുടങ്ങുന്നത്. അറ്റ് അറൗണ്ട് 2 PM ആവും തീരുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് പാക്ക് ചെയ്താണ് പോകുന്നത്. സോ ഈ 45 ഡേയ്സ് ഞാൻ കറക്റ്റായിട്ട് തന്നെ ഡയറ്റ് മാനേജ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. എന്തിനാണ് ഞാൻ ഫുഡ് പാക്ക് ചെയ്യുന്നത്, നമുക്ക് വീട്ടിൽ വന്ന് കഴിച്ചാൽ പോരെ എന്ന് പലരും ചോദിക്കും. അങ്ങനെയല്ല, നമ്മൾ ഫാറ്റ് ലോസ് പ്രോഗ്രാമിലായിരിക്കുമ്പോൾ നമ്മൾ കാലറി ഡെഫിസിറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിശന്നിരുന്നാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഡൗൺ ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾക്ക് വിശപ്പ് കൂടും, നമ്മളുടെ ഡയറ്റ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. സോ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. എല്ലാം പാക്ക് ചെയ്തതിന് ശേഷം ഞാൻ നേരെ തിയേറ്ററിലേക്ക് പോയി മൂവി കണ്ടു. അതിനുശേഷം തിരിച്ചിറങ്ങി. കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ട് കൃത്യം 1 മണിക്ക് തന്നെ മൂവി അവസാനിച്ചു. എന്നിരുന്നാലും ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഞാൻ കൃത്യം 1:30 ആയപ്പോൾ ഫുഡ് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് ചോദിക്കുന്നവരോട്, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. കാരണം പുറത്തെ ഫുഡ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മൂവി നേരത്തെ തീരുവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചാൽ പോരെ എന്ന് ചിലർക്ക് ചോദിക്കാം. പക്ഷേ നമ്മൾ ഒരിക്കലും ഓപ്ഷൻസ് വെക്കല്ലേ ഫാറ്റ് ലോസ് പ്രോഗ്രാമിൽ. ബിക്കോസ് 45 ഡേയ്സ് 90 ഡേയ്സ് എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് പ്രോഗ്രാമാണ്. അതിലൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോരുത്. വി ഹാവ് ടു ബി സ്ട്രിക്റ്റ്. അതുമാത്രമല്ല, ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്, അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാകരുത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളെ 90 ഡേയ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ DM